ഹലോ ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ചെയ്യുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഈ നഷ്ടപരിഹാര തുക ഭർത്താവിന്റെ സ്വത്തുക്കൾക്ക് അനുസരിച്ച് തന്നെ കൊടുക്കേണ്ടതുണ്ടോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ നഷ്ടപരിഹാര തുക തീരുമാനിക്കുന്നത് ഒരുപാട് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ്. അതിൽ ഒരു ക്രൈറ്റീരിയ മാത്രമാണ് ഭർത്താവിന്റെ സ്വത്തുക്കൾ എന്ന് പറയുന്നത്. എന്നാൽ അധിക കോടതികളും ഈ ഭർത്താവിന്റെ സ്വത്തുക്കൾ എത്രയാണെന്ന് നോക്കിയിട്ട് അതിന്റെ ഒരു പോർഷനാണ് ഭാര്യമാർക്ക് കൊടുക്കാറ്. കാരണം ഭാര്യമാർ ആവശ്യപ്പെടും, ഇത്രയാണ് അവർക്കുള്ള സ്വത്തുക്കൾ ഭർത്താവിനുള്ളത്, അതിൽ ഇത്ര പോർഷൻ എനിക്ക് തരണം എന്നാണ് അവർ ആവശ്യപ്പെടാറ് സാധാരണ രീതിയിൽ. എന്നാൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഇപ്പൊ പോയിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ പുതിയ വിധിയും വന്നിട്ടുണ്ടായിരുന്നു. പോയ കേസ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഒരു സ്ത്രീ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഭർത്താവിന് 5000 കോടിയുടെ സ്വത്തുക്കളുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് 500 കോടിയെങ്കിലും നഷ്ടപരിഹാരമായിട്ട് വാങ്ങി തരണം എന്നാണ് കോടതിയോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നഷ്ടപരിഹാരം ചോദിക്കുമ്പോൾ ഭർത്താവിന്റെ കണക്കുകൾ നോക്കാൻ പാടില്ല. കാരണം ഡിവോഴ്സ് ആയതിനു ശേഷം ഭർത്താവ് ഏത് സ്റ്റാറ്റസിലാണോ അതേ സ്റ്റാറ്റസിൽ ഭാര്യ, ഡിവോഴ്സ് ചെയ്യപ്പെട്ട ഭാര്യയെ നിർത്തണം എന്ന് പറയുന്നത് ആ ഒരു ഭർത്താവിന്റെ മേലിൽ ചുമത്തുന്ന ഒരു ബേർഡൻ ആയിട്ട് വരുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല കേസുകളിലും പലതരത്തിലുള്ള വിധികളാണ് വരിക. അതേ വിധി ഇതിലും ഒരു ഈക്വാലിറ്റി കൊണ്ടുവരണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നഷ്ടപരിഹാര തുകയിൽ ഈക്വാലിറ്റി കൊണ്ടുവരണം എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം സുപ്രീം കോടതി ഇതിന്റെ വിധി വിധിച്ചു. ആ ഒരു സ്ത്രീക്ക്, ആ ഒരു ഭാര്യക്ക് 12 കോടി രൂപ കൊടുക്കാനാണ് കോടതി തീരുമാനിച്ചിട്ടുള്ളത്. കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ another video. Okay, thank you.